Hello friends, welcome to our channel. അപ്പോൾ നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഡിലൈറ്റിന്റെ ഡെബിറ്റ് കാർഡാണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് വെർച്വൽ കാർഡ് മാത്രമേ നമുക്ക് ഓപ്ഷൻ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ വെർച്വൽ കാർഡ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ബാങ്കിങ് ഉപയോഗിക്കാനും അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് എടുക്കേണ്ട വരും കേട്ടോ. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി അങ്ങനെ തന്നെ എടുത്ത് തന്നെയാണ്. നമുക്ക് ഡിലൈറ്റ് അവരുടെ കുറേ വേരിയൻ്റ് ഉണ്ട്. അവർക്ക് ആക്ച്വലി ഡെബിറ്റ് കാർഡ് അത്യാവശ്യം പ്രീമിയം ഡെബിറ്റ് കാർഡ്സുകളൊക്കെയാണ്. ഡിലൈറ്റ് ഡെബിറ്റ് കാർഡാണ് അവർ ഏറ്റവും സ്റ്റാർട്ടിങ് വരുന്നത്. അതിന് 499 പ്ലസ് GST ആനുവൽ ചാർജും ജോയിൻ ചാർജും വരുന്നുണ്ട്. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ നിങ്ങൾക്ക് അറിയാം എല്ലാ ഡെബിറ്റ് കാർഡിനും ഈ ചാർജ് സംഭവങ്ങളൊക്കെ ഉണ്ട്. നോർമലി അത് നോക്കാറില്ല ആരും, എല്ലാവരും ക്രെഡിറ്റ് കാർഡിനെ മാത്രമേ നോക്കാറുള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓഫേഴ്സും സംഭവമൊക്കെ ഉള്ള ക്രെഡിറ്റ് കാർഡാണ്. പക്ഷേ ഇതിൻ്റെ പാക്കേജ് കണ്ടു. ഇത് നമുക്ക് പണ്ട് ഈ എന്താ പറയുക ക്രിസ്മസ് കാർഡൊക്കെ അയക്കാറില്ല, അതുപോലത്തെ ഒരു കാർഡാണ്. ഇതിൽ വേറെ ഒന്നും ഇല്ല കേട്ടോ. അതിൽ ആകെ കാർഡ് മാത്രമേ ഉള്ളൂ. ഈ നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കുകാർ ആകെ ഒരു എന്താ പറയുക ഭയങ്കര ചിലവ് ചുരുക്കലിൻ്റെ പരിപാടിയിലാണെന്നുണ്ട്. അവരിങ്ങനെയാണ് ഫുള്ള് ഭയങ്കര ഇത് മിനിമൈസ് ചെയ്തിട്ടൊക്കെ അയക്കണേ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒന്നുമില്ല. ഞാൻ അതിൽ എൻ്റെ അഡ്രസ്സും സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഡിലൈറ്റിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ കാർഡ് ഞാൻ എടുത്ത് കാണിച്ചത്. ഈ കാർഡിന് അത്യാവശ്യം ഓഫേഴ്സും സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും തുറക്കാണ്ട് മുമ്പ് നമ്മുടെ 2 ചാനലും കാണാതെ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ പുതിയ ചാനൽ നമ്മൾ തുടങ്ങിയതാണ് GHH വേൾഡ് എന്ന് പറഞ്ഞിട്ട്. നമ്മളതിൽ ന്യൂസ്, ടെക് ന്യൂസ്, അതുപോലെ തന്നെ മൂവി ന്യൂസ്, മൂവി അപ്ഡേറ്റ്സ്, കറണ്ട് അഫയേഴ്സ്, അങ്ങനത്തെ നോളജബിൾ ആയിട്ടുള്ള സംഭവം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. എല്ലാത്തിനും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. മറക്കണ്ട കേട്ടോ, താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെയും കാണിക്കുന്നതിൻ്റെ പേരൊക്കെ എന്ന് വെച്ചാൽ 2 ദിവസമായിട്ടുള്ള നമ്മൾ പുതിയ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കാണണം, മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ തന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ഓപ്ഷൻ കിട്ടും. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ലിങ്കും താഴെ സംഭവങ്ങളൊക്കെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനും സംഭവത്തിനൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻഡസ്ഇൻഡ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം കൊടുക്കാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇവരുടെ കാർഡ് പ്രീ അപ്രൂവൽ ആയിട്ട് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. 2 മാസത്തിനുള്ളിൽ തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കറിയാം പ്രൈവറ്റ് ബാങ്കിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബാങ്കുകളാണ്. പിന്നെ ഇന്ത്യ അക്കൗണ്ടൊക്കെ നമുക്ക് എടുക്കാം. ഇവരെ ഇത് കിട്ടുന്നില്ലല്ലോ. പാക്കേജിങ് ചെറിയ സാധനമായതുകൊണ്ട് ഹാൻഡിൽ വിത്ത് കെയറാണ്. അപ്പോൾ നമ്മൾ പാക്കേജ് തുറന്നിട്ടുണ്ട്. ഭയങ്കര മിനിമൈസിങ് പാക്കേജ് ആട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചൊന്നുമില്ലേ. എനിക്ക് തോന്നുന്നു വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ബുക്ക്ലെറ്റും വേറെ ഒന്നും ഇല്ല കേട്ടോ. എന്തായാലും ഒരു പുതിയ എക്സ്പീരിയൻസ് സംഭവം. ഡിലൈറ്റ് കാർഡിൻ്റെ ഒരു ചെറിയ കുട്ടി ബുക്ക്ലെറ്റ്. ഇത് കൊള്ളാം, നല്ല രസമാണ് എന്തായാലും കാണാൻ. ട്രൂ റിവാർഡിങ് ഡെബിറ്റ് കാർഡിനെ கொஞ்சம் കൊടുത്തിട്ടുണ്ട്. അഥവാ അതിൻ്റെ ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് ഡെബിറ്റ് കാർഡും വരുന്നത്. കൊള്ളാം, ഡെബിറ്റ് കാർഡ് കാണാൻ നല്ല രസമുണ്ട്. മാസ്റ്റർ കാർഡ് വേരിയൻ്റ് കേട്ടോ, വിസ കാർഡ് അല്ല. ഇതാണ് കാർഡ്, പടാതെ തിരിക്കേണ്ട നിങ്ങൾ. 5% ക്യാഷ് ബാക്ക് നമുക്ക് മൂവി ഇതൊക്കെ പേപ്പർ താഴെ പോയി. ഡൈനിങ്, എൻ്റർടൈൻമെൻറ്റ്, ഫ്യൂവലിലൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതുകൊള്ളാലോ. കോംപ്ലിമെൻ്റ് ഇൻഷുറൻസ് കവർ അപ് ടു 1.5 lakh നമുക്ക് വരുന്നുണ്ട്. ലോസ്റ്റ് കാർഡ് ലൈബിലിറ്റി 1 lakh വരുന്നുണ്ട്. പർച്ചേസ് പ്രൊട്ടക്ഷൻ നമുക്ക് 50,000 വരുന്നുണ്ട്. പിന്നെ നമുക്കതിൽ ഡിയർ കസ്റ്റമർ വെൽക്കം ടു സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. കാർഡ് നമ്പർ എഴുതിയിട്ടുണ്ട്. ഡെയിലി ATM വിഡ്രോവൽ ലിമിറ്റ് 50,000 ആണ്. അതുപോലെ തന്നെ ഡെയിലി പർച്ചേസ് ലിമിറ്റ് 1 lakh ആണ് കേട്ടോ. ഇതൊരു എൻട്രി ലെവൽ കാർഡാണ് കേട്ടോ, വേറെ കാര്യം. പിന്നെ നമുക്ക് ബൈ 1 get 1 മൂവി ടിക്കറ്റ് ഓഫർ ഓൺ ബുക്ക് മൈ ഷോ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അപ് ടു 10% ബിഗ് ബാസ്ക്കറ്റ് ഓഫർ വരുന്നുണ്ട്. 20% ഓഫ് ഓൺ സ്വിഗ്ഗി വരുന്നുണ്ട്. അപ്പോൾ നോർമലി നമുക്ക് എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡിൽ വരുന്ന ഓഫേഴ്സൊക്കെ അതിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ എക്സ്ട്രാ സേവിങ്സുമായിട്ട് നമുക്ക് 5% ക്യാഷ് ബാക്ക് ഓൺ ഫ്യൂവൽ വരുന്നുണ്ട്. അത് കൊള്ളാലോ. ഡൈനിങ്, എൻ്റർടൈൻമെൻറ്റ്, OTT സബ്സ്ക്രിപ്ഷൻ അതൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ZEE5. അപ്പോൾ അവർ ടോട്ടൽ ഒരു എക്സ്ട്രാ നമുക്ക് 19,000 വരെ നമുക്ക് ഈ കാർഡ് കൊണ്ട് സേവ് ചെയ്യാനൊക്കെ പറഞ്ഞവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ഡെബിറ്റ് കാർഡ് ഈസ് കറൻ്റ്ലി എനേബിൾഡ് ഫോർ പറഞ്ഞിട്ട് ATM-ഉം POS മെഷീനിലും എനേബിൾഡ് ആണ്. ഇ-കോമേഴ്സിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അവർ ആപ്പിൽ കയറിയിട്ട് എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെ എനേബിൾ ചെയ്യാൻ അവർ കൊടുത്തിട്ടുണ്ട്. NFC സപ്പോർട്ടുള്ള കാർഡാണ്. എങ്ങനെ പിന്ന് ജനറേറ്റ് ചെയ്യാം, പിൻ ജനറേറ്റ് ചെയ്യാനുള്ള QR കോഡ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നല്ലൊരു കുട്ടി കിട്ടുന്ന സാധനം. കാർഡും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നമുക്ക് ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ബാക്കിലാണ്. അപ്പോൾ ഈ കാർഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് പടം കാണാനുണ്ടോ, ഷോപ്പിങ്ങിൻ്റെയും ഫ്യൂവലിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിംഗ് ഡെബിറ്റ് കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഡെബിറ്റ് കാർഡാണ് ഈ പ്രൈസ് കുറഞ്ഞ വേരിയൻറ്റിൽ. നമുക്ക് ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ബാക്കിലാണ്. നമുക്കൊരു വേറെ പേപ്പർ ഉണ്ട് ഇതിൽ. വെൽക്കം അബ്രോഡ്, ഹിയർ ഈസ് യുവർ 100,000 rupees ഗിഫ്റ്റ് ജസ്റ്റ് ഫോർ യു ആയിട്ട് PTM ഫ്ലൈറ്റിൻ്റെ ഒരു QR കോഡ് നമുക്ക് കുറച്ച് PTM ബുക്സും PTM ബസ്സിൽ ബുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വൗച്ചർ തന്നിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ PTM ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു വൗച്ചർ തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്ന് കാണിച്ചാൽ നമുക്ക് ആവശ്യമുള്ളവർ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നില്ല. ബസ് ബുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നവർക്ക് വേണമെങ്കിൽ PTM വൗച്ചർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ 3,000 രൂപയുടെ വാല്യൂ വരുന്ന PTM ഫ്ലൈറ്റ്
ഫ്ലാറ്റ് 750 രൂപ ഡിസ്കൗണ്ട് വരുന്ന ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോഴും പേടിഎം ബസ് ത്രൂ ബുക്ക് ചെയ്യുമ്പോൾ 250 രൂപയുടെ വൗച്ചറാണ് നമ്മൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് വൗച്ചർ കോഡ് എടുത്തോളാം, കുഴപ്പമില്ല. ഞാൻ എന്തായാലും യൂസ് ചെയ്യാൻ പോകുന്നില്ല, അപ്പോൾ എടുക്കാട്ടോ, നമ്മുടെ വ്യൂവേഴ്സിന് എന്തായാലും എടുക്കാം. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഒരു കാർഡും കൂടി താഴേക്ക് പോയിട്ട് ഞാൻ എടുക്കട്ടെ. ചെറിയ കാർഡുകളാണ്. ഇതിലെന്താ ഡെബിറ്റ് കാർഡ് ഫീ റിവേഴ്സുമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ 25,000 രൂപ നമ്മൾ ഈ കാർഡ് വെച്ചൊരു പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ്, അതായത് 450 രൂപ നമുക്ക് വേ ഓഫ് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ മെയിൻ്റനൻസ്, അതായത് മിനിമം ബാലൻസ് നമ്മൾ 25,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ 3 മാസത്തിൽ ഒരിക്കൽ 25,000 രൂപ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പോഴായാലും നമുക്ക് വേ ഓഫ് ചെയ്ത് കിട്ടാം. അതുപോലെ തന്നെ ഈ 25,000 എന്ന് പറയുന്നത് 3 മാസത്തിലാണ് കേട്ടോ. അത് വരെ വരും, ഒരു കൊല്ലമല്ല, മാറിപ്പോയതാണ്. അതിൻ്റെ ബാക്കിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഓഫർ ഡീറ്റെയിൽസ് ആയിട്ട് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്ത് നോക്കാം, ഞാൻ വേണമെങ്കിൽ വായിക്കാം. ന്യൂ അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയർ ഫീ റിവേഴ്സലായിട്ട് സ്പെൻഡ് 25,000 ഓർ മോർ ഓൺ കാർഡ് വിത്തിൻ 3 months, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ആവറേജ് മന്ത്ലി ബാലൻസ് ഓഫ് ₹25,000 ഓർ മോർ ഓർ അക്കൗണ്ട് ഫോർ 3 months. 3 മാസത്തേക്ക് നമ്മൾ 25,000 രൂപ കീപ്പ് ചെയ്യണം കേട്ടോ, എന്നാലേ കിട്ടുള്ളൂ. ഓഫർ അത് കുറച്ച് ബോറാണ്, വേറെ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ 3 കാർഡുകളാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡിലൈറ്റ് ഡെബിറ്റ് കാർഡാണ് കേട്ടോ. കുഴപ്പമില്ലാത്ത അക്കൗണ്ടാണ്. നമുക്ക് ഡിലൈറ്റ് അക്കൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ സൈഡായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് അത്യാവശ്യം ഓഫേഴ്സൊക്കെ ഉണ്ട്, ഇപ്പോൾ വലിയ കുഴപ്പമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 year ഒക്കെ ഉപയോഗിച്ച് നോക്കി നോക്കാം. എന്തായാലും നമുക്ക് അതിൻ്റെ ഇടയിൽ ക്രെഡിറ്റ് കാർഡ് ഓഫർ വരും. അത് കാർഡൊക്കെ അത്യാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സിബിൽ സ്കോറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഫ്രീ ആയിട്ട് തന്നെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഓഫറും പേഴ്സണൽ ലോൺ ഓഫറൊക്കെ നമുക്ക് ഇൻഡസ്ഇൻഡ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് പേഴ്സണൽ ലോൺ ഓഫറൊക്കെ സുഖമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. വിത്തൗട്ട് അക്കൗണ്ട് ഹോൾഡേഴ്സ് അല്ലാത്തവർക്ക് തന്നെ ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ് അവരുടെ പിൻകോഡ് ഏരിയ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പിൻകോഡ് ഇഷ്യൂ, അതല്ലാണ്ട് എല്ലാം ഇങ്ങനെ സുഖമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അവരുടെ 2-3 കാർഡുകൾ ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആണ്, അത് പോരാനത്തിന്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാവരും കമൻറ്റ് ഇപ്പോഴും നമ്മുടെ പുതിയ ചാനൽ കാണാത്തിട്ട് പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടാ. അടുത്ത വീഡിയോ കാണാം. ബൈ.